മോളെ അന്റെ കഴിഞ്ഞില്ലേ? എന്റെ ലഞ്ച് ബോക്സ് വെച്ച് എടുക്കാൻ മറക്കണ്ടട്ടാ. ആ ഞാൻ എടുത്തോളമ്മ. പോയാ? ആ ഓളത് പോവാൻ നോക്കണേ. ഇങ്ങള് പെണ്ണിനോടെ മറ്റേ കാര്യം ഒന്നും കൂടി പറഞ്ഞു നോക്കിട്ടാ. അതിന്റെ ശേഷം മതി ചെക്കന്റെ പെരക്കാരോട് വരാൻ പറയലൊക്കെ. ഇൻഷാ അല്ലാ ഉച്ച കഴിഞ്ഞിട്ട് ദില്ലുണ്ടെത്തൂലേ, അവരും കൂടെ എത്തിക്കോട്ടെ. എന്നിട്ട് അവരോട് പറയാം. അവളോട് പറഞ്ഞിട്ടേ പറ്റുവെച്ചാല് ഈ ആഴ്ച തന്നെ അവർ പെണ്ണാണം വന്നോട്ടെ. ഇൻഷാ അല്ലാ. അല്ല, കുഞ്ഞോളും ആരിസും എയർപോർട്ടിൽ എത്തിക്കണമെന്നാവോ? 10 മണിക്കല്ലേ എത്തുന്ന് പറഞ്ഞത്? ആ 10 മണിയാകുമ്പോത്തിന് ഇറങ്ങുന്നാ ആദ്യം വെച്ചപ്പോ പറഞ്ഞത്. ഇവിടേക്ക് എത്തുമ്പോത്തിന് 2 മണിയാകും. നിങ്ങൾക്ക് ചായ എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞോട്ടെ. പിന്നെ ഞാൻ കുടിച്ചിട്ടും കൂടില്ല. എന്നാ പിന്നെ നിങ്ങൾ പോയി കുടിച്ചിങ്ങാണ്ട് വരും. അപ്പോ നിങ്ങൾക്ക് തിന്നാളെ നേരം ആവുമല്ലോ. മക്കള് പോയി കഴിഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും കൂടി വിളിക്കാം. മോള് പോവാനായാ? ആപ്പാ ഞാൻ ഇറങ്ങാൻ പോവാന്തേ. ഒന്നുമില്ല, ചായ കുടിച്ചില്ലേ? പിന്നല്ലാണ്ട് ഇപ്പൊ കുടിച്ചാ? ആ ഇപ്പൊ കുടിച്ചോളാ. അല്ല, പല കുട്ടി എപ്പോഴാ വരിക? ഞാൻ എന്നും വരുന്ന നേരത്തെ തന്നെ. എന്തെപ്പാ? ഒന്നുമല്ല, ഇജ്ജെന്തിയാ ദിലുവിനെ കൊണ്ട് എയർപോർട്ടിൽ പോവാഞ്ഞി? ഷാനുട്ടിനൊക്കെ ആരിസിന്റെയും കുഞ്ഞോൾമാമിന്റെയും കൂടെ പോയല്ല. ആ ഷാനോട്ടിന്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ലപ്പാ. ഓൻക്ക് എക്സാമിന്റെ ഡേറ്റ് ആയി തുടങ്ങി. എന്നിട്ട് ഒരവസരം ലീവ് എടുക്കാൻ കിട്ടിയാ ഓനത് പാഴാക്കൂല. നിക്കും പോവാനൊക്കെ പോതിട്ടായിരുന്നു. പക്ഷെ എങ്കിൽ നിക്കൊന്നൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാണ്ടേത്. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനും പോയിരുന്നു. അത് സാരില്ല, അവര് ഇങ്ങോട്ടങ്ങനല്ലേ വരുന്നത്. ഞാനേ വെറുതെ ചോദിച്ചെന്നുള്ളൂ. എന്തായാലും ഇന്ന് കോളേജ് കഴിഞ്ഞ് വന്നാലേ നല്ല രസമാകും നമ്മളോടെ. ലീനോട്ട് നല്ല പോക്കിരി അത്രേ. നല്ല രസമായിരിക്കും കുറുമ്പ് കാണാന്, അല്ലപ്പാ? അത് മാത്രല്ല, മോള് വന്നു കഴിഞ്ഞിട്ട് മോളോട് ഇന്ന് ഞങ്ങൾക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടുള്ള കാര്യോ? അതെന്താ? ആ അതൊക്കെ ഉണ്ട്. തൽക്കാലം പന്റെ കുട്ടി പോവാൻ നോക്ക്, ടൈമായില്ലേ? ആ പോവാ. അതിനു മുമ്പ് ഇപ്പൊ കാര്യം എന്താച്ചാ പറ. എന്താ ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള കാര്യം? പറയാന്ന് പറഞ്ഞില്ലേ. തൽക്കാലം ഇജ്ജ് പോയിട്ട് വാ, സബൂറായി പോയിട്ടുണ്ട് വാ. അപ്പോത്തിന് ഞങ്ങളെ അനക്കൊരു സർപ്രൈസ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? അതെന്താപ്പാ? കൊച്ചാപ്പ ദിലാനിയുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തായിട്ടുണ്ടാവും അല്ലേ? ഒക്കെ പാടാ കുട്ടി, പോയി വന്നിട്ട് പറയാം. ഒരു ക്ലൂ എങ്കിലും തന്നിട്ട് പോപ്പാ. പഠിച്ചോനെന്റെ ട്രെയിന്. ഞാൻ പോയിട്ടമ്മാ, ഇപ്പൊ ഞാൻ പോയി. ആ ചോറെടുക്കാൻ മറക്കണ്ടട്ടാ. ആ ഞാൻ എടുത്തിക്കണേ. ഇപ്പൊ അമ്മ ഞാൻ പോയിട്ടാ. ദിലോ, കുട്ടി ഉറങ്ങിയാ? ഹാവ്, ഉറങ്ങി എൻ്റെ സൽമാത്ത. എന്തൊരു വാശിയ ചെക്കനിച്ചിട്ടാണ്. അതിനെ കാണാത്തതിന്റെ കിറുക്കാണ്. കണ്ടില്ല നിങ്ങൾ അവന്റെ വാശി? പാവടി, ഓനക്ക് പറയാൻ അറിയില്ല എന്നല്ലേ ഉള്ളൂ. ആദ്യമായിട്ട് അത്രക്ക് അടുത്തതല്ലേ, നല്ല പായ്യരുണ്ടാവും. വെറും അടുപ്പല്ലേ ഇവര് തമ്മില്. ചിലപ്പോ എനിക്ക് തോന്നിയേ ഓനെ പ്രസവിച്ചിട്ടുണ്ട് ആദ്യമാണോന്ന്.
അങ്ങനെ പപ്പാന്റെയും മോന്റെയും കാട്ടല്. ആദ്യം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാല് പിന്നെ ഇന്നൊരു മെയിൻറ്റില്ല സൽമാത്ത. എന്താ പിന്നെ കളിച്ചിട്ടാ? ആദ്യം നെഞ്ചത്ത് കിടന്നിട്ടാ ഉറങ്ങാ. ഇന്ന് അതില്ലാത്തതിന്റെ കിറുക്കാൾക്ക്. ആദ്യം അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊന്ന്. ഞങ്ങളെ വല്ലാണ്ട് മിസൈലുണ്ടാവും. അത് പിന്നെ ഇല്ലാണ്ടിരിക്കൂലല്ലോ. പ്രത്യേകിച്ച് ഇജും കുട്ടി ഇപ്പോ ഓൻ്റെ അടുത്ത് അവിടെ തന്നെ ആയതുകൊണ്ടേ നിങ്ങളില്ലാത്ത നേരം അത് ഓനക്ക് വല്ലാത്തൊരു അടങ്ങർ തന്നെ ആയിരിക്കും. എന്നാലും ഓൻ ഭാഗ്യം ചെയ്തോനാ. അന്നയും കുട്ടിനെ എപ്പോഴും കൂടെ നിർത്താൻ അവനക്ക് പറ്റുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യം തന്നെയല്ലേ. ഇവിടുത്തെ കാര്യം തന്നെ നോക്കിജി. നല്ല പ്രായത്ത് നിക്കും കുട്ടികൾക്കും കാക്കാക്കൊന്നും അധികമൊന്നും ഒപ്പം നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാം കൊണ്ടൊന്നും നാട്ടിലായി കിട്ടിയപ്പോൾ ഉള്ള സമാധാനം പോയിട്ടില്ലേ. എന്താ സൽമാത്തത് കുട്ടികളെ പോലെ? സൽമാത്താക്കറിയോ, ആദ്യം ഈ കാര്യം അറിഞ്ഞ മുതൽ ഇനി വിളിച്ചന്വേഷിക്കാത്ത ഒരു ഡോക്ടർമാരും ഇല്ല. ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് ഈ സർജറി കഴിഞ്ഞ എത്രയോ പേര് നന്നായിട്ട് ജീവിക്കണ്ടെന്നാ. പിന്നെ ഇപ്പം എന്തിനാ ടെൻഷൻ? ഈ സർജറി കഴിഞ്ഞാലേ ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ജീവിക്കാൻ പറ്റും. ആ ഒരൊറ്റ പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ ഇതിലും ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുന്നത്. പക്ഷെങ്കിൽ കാക്കാക്ക് ഇപ്പം അങ്ങനൊന്നും ഇല്ലടി. ആദ്യത്തെ ധൈര്യം പോലും ഇല്ലാണ്ടായി തുടങ്ങിക്കണ ആ പാവത്തിന്. അത് കാണുമ്പോൾ എനിക്ക് അത് ആ പാവത്തിൻ്റെ ഉള്ളിലെ പേടിയോണ്ടാ സൽമാത്ത. കാക്കാക്ക് നമ്മൾ വേണം ധൈര്യം കൊടുക്കാനായിട്ട്. ഡോക്ടർ പറഞ്ഞ കാര്യം ആരിസ് സൽമാത്താനോട് പറഞ്ഞില്ലേ? ഈ സമയത്ത് കാക്കാക്ക് മാക്സിമം സന്തോഷം കൊടുക്കുക. BP കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സർജറി നീണ്ടു പോവുകയുള്ളൂ. സർജറി ഡേറ്റ് ആവുന്നതിന് മുമ്പേ കാക്കാക്ക് സന്തോഷം കൊടുക്കുക, BP കൂട്ടാതിരിക്കുക. അത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അറിയാൻ തില്ലോ, എൻ്റെ കാക്കൂന് സന്തോഷം ഉണ്ടാക്കണം എന്തിനും ഞാൻ ഒരുക്കാണ്. അതുകൊണ്ടല്ലേടി പ്രിയമോളെ പഠിപ്പും ജോലിയായിട്ട് മാത്രമേ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കൂന്ന് നായ്ക്ക് 40 ഓട്ടങ്ങളോടൊക്കെ പറഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഓളെ കല്യാണം നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം പൂജിച്ച് നടക്കണത്. കാക്കാൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഓളൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത്. അത് നടത്തി കൊടുക്കണം. കാക്ക അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ആദ്യയുടെ അഭിപ്രായം ഇപ്പം എന്തിനാ അങ്ങനെ എടുത്തു ചാടി പെട്ടെന്നൊരു കല്യാണം നടത്തണമെന്നാ. ഓള് പഠിച്ചോട്ടെ, കാക്കാൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കാക്കാക്ക് കല്യാണം നടത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയമെടുത്ത് സാവധാനം ആലോചിച്ചിട്ടൊക്കെ നടത്തിയാൽ പോരേന്ന്. പെട്ടെന്ന് ഇങ്ങനെ നടത്തണമെന്ന് കാക്കാനോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു. ആരെത്ര പറഞ്ഞാലും കാക്ക ആ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ലടി. അതിനെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. ആകെയുള്ളൊരു മകളല്ലേ. അതും ചെക്കന്മാരോടുള്ളതിനേക്കാളും ഒരു പ്രത്യേക അടുപ്പാണ് റിയനേറ്റ്. അനക്കറിയാലോ, ഇന്നേ വരെ ഓള് പാൻ്റെ വാക്ക് ധിക്കരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു സന്തോഷമാണ് മൂപ്പർക്ക് ഇപ്പോൾ ഈ കല്യാണം നടത്തി കാണാനുള്ള ഏക പ്രതീക്ഷ. ഇനിയിപ്പോൾ അത് നടന്ന് കാണാതെ അതിൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ഇജ് പറഞ്ഞ പോലെ കാക്കാൻ്റെ പേടിയോണ്ട് തന്നെ ഈ കണ്ടതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതും പറയണതും ഒക്കെ. അല്ലച്ചപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞ പോലെ സാവധാനം നടത്തിയാലൊക്കെ മതി. പക്ഷേ സർജറി കഴിഞ്ഞ് തിരിച്ചു വരില്ല എന്നുള്ളൊരു പേടി അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആഗ്രഹം പോലെ അതിന് മുന്നേ നടന്ന് കിട്ടുകയാണെച്ചാൽ അതാ നല്ലത്. ആ ഒരു സമാധാനത്തിൽ അതിന് സർജറിക്ക് പോവാമല്ലോ. എന്നാ പിന്നെ സൽമാത്ത പറയും പോലെ കാക്കാക്ക് അതാണ് സമാധാനിച്ചാൽ അങ്ങനെ നടക്കട്ടെ. അല്ല സൽമാത്ത, റിയനോട് ഈ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞാ? ഇല്ല എൻ്റെ തിരുവോ. ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അതിനേക്കായി ബേജാറാണ്. പ്രത്യേകിച്ച് കാക്കാടെ ഈ കാര്യങ്ങളൊന്നും ഇമ്മയും മക്കളും ഒന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിലിപ്പോൾ പെട്ടെന്നൊരു കല്യാണക്കാരിയോ എങ്ങനെ ഓളോട് പറയാമെന്ന് ആലോചിക്കുമ്പോൾ നിക്കൊരു എത്തും പൊടിയും കിട്ടണില്ല. കാക്കാക്കാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ധൈര്യമാണ്. ഓള് കാക്ക പറഞ്ഞാൽ ഒന്നും അനുസരിക്കാതിരിക്കൂല എന്നുള്ള ധൈര്യം. ആ ഒരു ഉറപ്പിലാണ് മൂപ്പർ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കണത്. എന്തൊക്കെ സൽമാ തങ്ങൾ ഈ പറഞ്ഞത്? കാക്ക പറയും പോലെ എല്ലാ കാര്യവും അനുസരിക്കും പോലെയാണോ ഈ ഒരു കല്യാണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടത് റിയനോടായിരുന്നില്ലേ? പ്രത്യേകിച്ചിപ്പോൾ ഇന്ന് ആരിസ് പറഞ്ഞിരുന്നു ആ ചെക്കൻ്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നുണ്ടെന്നോ അവനക്കെന്തോ ലീവില്ലാന്നോ അങ്ങനെ എന്തൊക്കെ സൽമാത്താട് പറഞ്ഞാ? ആടി ആരിസ് പറഞ്ഞേ ആ കുട്ടി ഇപ്പം നാട്ടിൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞത്രേ. ഇനി ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ
1-2 മാസം മാത്രമേ നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓൽക്ക് എന്നാൽ നമ്മളിഷ്ടം പോലെ പെട്ടെന്ന് കല്യാണം നടത്തിയാലും തിരക്കേടൊന്നുമില്ലാന്ന്. പക്ഷേങ്കിൽ അതിനിപ്പോൾ വേഗം പെണ്ണാണൽ കഴിക്കണ്ടേ? പെണ്ണാണൽ കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കല്യാണമായിട്ടാണ് നടത്താമെന്നാ കാക്ക പറഞ്ഞത്. ഓൽക്കും അതിന് എതിർപ്പൊന്നുമില്ലാന്ന്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് നടത്താനും നിക്കാഹ് നടത്താനൊന്നും സമയമില്ലല്ലോ. എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്കറിയേണ്ടത് റിയക്ക് ഈ കാര്യത്തിന് സമ്മതമാണോ അല്ലേന്നല്ലേ. അത് നമുക്ക് ആദ്യം ചോദിച്ച് മനസ്സിലാക്കാം. അതിന് ശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ആരിസിൻ്റെ മൂത്തമ്മ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ കാര്യം നല്ല കാര്യം തന്നെയാണല്ലേ. അവളെ പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും അവർക്ക് എതിർപ്പൊന്നുമില്ല എന്നല്ലേ കേട്ടത്? ആടി, അൽഹംദുലില്ലാ, കാര്യമൊക്കെ നല്ല കാര്യം തന്നെയാണ്. കുഞ്ഞോളും ആരിസും നിക്കും കാക്കാക്കും ഉമ്മാക്കൊക്കെ ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചെന്ന്. ചെക്കനും തിരക്കടൊന്നുമില്ല, നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അതുമുണ്ട്. പിന്നെ ഓലെല്ലാവരും റിയമോളെ 1-2 തവണ കണ്ടതുമാണ്. ഓനക്കും ഓളെ ഇഷ്ടമായിക്കണ്. ഓളെ പെരക്കാര് ഓളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിക്കണ്. ഓനൊരിക്കൽ കല്യാണത്തിന് നേരിട്ട് കാണുകയും ചെയ്തിക്കണ്. ഇനിയിപ്പോൾ നമ്മളാളെ കാര്യമാണ് തീരുമാനത്തിലാവേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതായിരുന്നു സൽമാത്ത. അതിൻ്റെ ശേഷം മതിയായിരുന്നു അവരെ വീട്ടുകാരോട് നമുക്ക് കുഴപ്പമൊന്നുമില്ല സമ്മതാണെന്നൊക്കെ പറയല്. അല്ല, ഓളെവിടെ പഠിക്കുകയാണോ? ആ, പഠിക്കുന്നേ കാരം. എൻ്റെ കുട്ടി രാവും പകലും ഇങ്ങനെ പഠിപ്പ് പറഞ്ഞ് നടക്കണത് തന്നെ. സ്വന്തമായിട്ടൊരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള പൂതി കൊണ്ട് അതിലോ. ഞങ്ങൾക്കും ആ പൂതി നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളും വിചാരിച്ചിരുന്നതൊക്കെ. പക്ഷേങ്കിൽ വിധി ഈ കോലത്തിൽ ഒരു പരീക്ഷണമായിട്ട് വരുന്ന ആരും കൊളർത്തിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങനെ നടക്കട്ടെ. എന്തായാലും ഓളെ ആഗ്രഹം പോലെ പഠിപ്പ് മുഴുവനാക്കാനും ജോലിക്ക് വിടാനും ഒക്കെ സമ്മതമുള്ള കൂട്ടക്കാരാന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. ഇൻഷാ അല്ലാഹ് ഓൾക്ക് എതിർപ്പൊന്നുമില്ല വെച്ചാൽ കാക്കാൻ്റെ ആഗ്രഹം പോലെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോത്തിന് വരാൻ പറ്റുമെന്ന് ആദ്യം മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെക്കന് ലീവ് അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുമായിരിക്കുമല്ലോ. അങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് ഇവിടെ വന്ന് നിന്നിട്ട് പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? ആടി, അത് എൻ്റെ മനസ്സിലും തോന്നി. അതിന് ആദ്യം കാര്യങ്ങളൊക്കെ ഓളെ മയത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. അതിനെങ്ങനെയാണ്? ഇന്ന് മകള് കോളേജ് കഴിഞ്ഞ് വന്നിട്ടേ ഒക്കെ ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാന്നറിഞ്ഞ ആള് ഇന്ന് നേരത്തെ കിടന്നുറങ്ങിക്കണേ. മരുന്നിൻ്റെ ഉളികടെയൊക്കെ നല്ലോണം ക്ഷീണണ്ടടി. എത്ര മരുന്നാ കുടിക്കാനെന്നറിയോ? അതാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്ന വഴി ഏതാന്ന് അറിയണില്ല. അങ്ങനെ കിടന്നതാ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് മകളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാ. കാക്ക ഉറങ്ങിക്കോട്ടെ സൽമാത്ത. തൽക്കാലം റിയനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ മതിയോ? ഞാനൊന്ന് പോയി സംസാരിച്ചു നോക്കിയാലോ? ആ, എന്നാൽ പിന്നെ അതടി ഏറ്റവും നല്ലത്. ഇജാവുമ്പോൾ തഞ്ചത്തിൽ കാര്യങ്ങളോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ഇജ് എങ്ങനെയെങ്കിലും ഓളോട് പറഞ്ഞ് ഈ പെണ്ണാണെന്നെ സമ്മതിപ്പിക്കണം തിരിയോ. പാപ്പ മകൾ പറഞ്ഞാൽ എന്തും കേൾക്കും എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കണത്. പക്ഷേ ഈ ഒരു കാര്യമായതുകൊണ്ട് നിക്കോളെ മറുപടി എന്താവും എന്നുള്ളത് നല്ലോണം പേടിയുണ്ട്. ഇജ് എങ്ങനെയെങ്കിലും ഓളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്തായാലും സൽമാത്ത അവിടെ നിൽക്ക്, ഞാൻ ഓളൊന്ന് കണ്ടിട്ട് വരട്ടെ. എൻ്റെ പടച്ചോനെ, ഒക്കെ നല്ല രീതിക്ക് അവസാനിച്ചാൽ മതിയായിരുന്നു. പ്രിയമോളെ, ഇജ എവിടെടോ? അന്നൊന്ന് കാണാൻ പോലും കിട്ടണില്ലല്ലോ. ഞാനിതാ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അത് വരാൻ വേണ്ടി നിൽക്കായിരുന്നു. ലിമിറ്റിന് ഇറങ്ങിയാ? ആ, ഓ ഇറങ്ങി. ഇന്ന് ഞങ്ങളവിടുന്ന് പോകുന്ന ദിവസമായതുകൊണ്ടേ ഓനക്ക് ആദ്യം വല്ലാത്ത മിസ്സിങ്. അതിന്റെ വാശിയിലായിരുന്നു. ആഹാ, എൻ്റെ എക്സാം പേപ്പേഴ്സാണ് അതൊക്കെ. മാഷാ അല്ലാഹ്, ഒക്കത്തിലും നല്ല മാർക്കുണ്ടല്ലോ. ആ, ഇതുപോലെ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണ്. അല്ല ആൻറ്റിയെ, ഇപ്പൊ കിടന്നിക്കണാ? കെടുക്കേ? അൻ്റെ ഇപ്പൊ 2 ഉറക്കഴിക്കണം. എന്തേ ഉറങ്ങിയാ? ബെസ്റ്റ്. കോളേജ് കഴിഞ്ഞ് വന്ന പാടേ എന്നോട് സീരിയസ് ആയിട്ട് എന്തൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ നാളെ എൻ്റെ വാപ്പ. എന്നിട്ട് ഇപ്പൊ അതേ കിടന്ന് ഉറങ്ങിക്കണം.
ക്ലാസ് കഴിഞ്ഞ് വന്ന പാടാന്ന് വെച്ചാല് നമ്മളെല്ലാരും കൂടിയുള്ള ബഹളയിലും പിന്നെ കുഞ്ഞോളുമാമി ആരിസ്മാമനും പോണ ആ ഒരു തിരക്കിലൊക്കെ പാടിയിട്ട് ഞാനത് ചോദിക്കാനും വിട്ട്. ഇപ്പൊ ഓർമ്മ വന്നതാ. അപ്പോ പഠിപ്പും കഴിഞ്ഞാണ്ട് ഇപ്പനോട് സമാധാനത്തിലിരുന്ന് ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വരാൻ നിൽക്കിയിരുന്നു. അതാണോ ഇപ്പൊ പറയാൻ വിചാരിച്ച കാര്യം? ഞാൻ പറഞ്ഞാലോ? ആന്റിക്കറിയോ ഇപ്പൊ എന്താ എന്നോട് പറയാൻ വിചാരിച്ചിരുന്നെന്ന്? നിക്കും ഉമ്മാക്കും ഒക്കെ അറിയാം. ഇനിയിപ്പോ അന്നോടും കൂടി ആ കാര്യം ഒന്ന് പറഞ്ഞാലേ അന്റെ ഉമ്മാക്കും ഉപ്പാക്കും സമാധാനാവുള്ളൂ. അതിന് എന്നെ ഏൽപ്പിച്ചിരിക്കുക എന്റെ അമ്മ. അതെന്താ അങ്ങനെ ഒരു കാര്യം? എന്താ ആന്റി?